ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി ലക്ഷ്യത്തിലെത്തുന്ന പ്രാവുകൾ. അവയ്ക്കായി കണ്ണുമ ചിമ്മാതെ കാത്തിരിക്കുന്ന ഉടമ. റൈസിംഗ് ഹോമർ എന്നറിയപ്പെടുന്ന പന്തയ പ്രാവുകളെ വളർത്തുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അഭിലാഷിന് പറയാനുള്ളത് ആകാംക്ഷയുടെയും അഭിമാനത്തിന്റെയും കഥയാണ്. അഴീക്കോട് സ്വദേശിയായ മാടത്തിങ്കൽ അഭിലാഷിന്റെ പക്കൽ 600ഓളം പ്രാവുകളുണ്ട്. അവയിൽ പലതും നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൂരം പിന്നിടുന്ന പന്തയ പ്രാവുകളാണ്. ചെറുപ്പം മുതൽക്കേ പ്രാവ് വളർത്തൽ വിനോദമാക്കിയ അഭിലാഷ് 3 വർഷം മുൻപാണ് റൈസിംഗ് ഹോമർ മത്സരത്തിലേക്ക് തിരിഞ്ഞത്. ചെറുപ്പത്തിൽ തൊട്ട് ഇതുണ്ടായിരുന്നു, നാടൻ പ്രാവ് ഒക്കെ വളർത്തലായിരുന്നു. പിന്നെ നമ്മളിവിടെ തന്നെ ഒരു ഷിഹാബ് ഉണ്ട്, അഴീക്കോട് ജെട്ടിയിലുള്ളത് ഷിഹാബ്. പിന്നെ ഒരു പോലീസ് പ്രജിത്ത് എന്ന് പറഞ്ഞ ആളും ഇത് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരുള്ളവർ ഇത് കണ്ടപ്പോഴാണ് എനിക്കിത് തോന്നാൻ കാരണം കൂടുതലും. പിന്നെ ഷിഹാബ് 2-3 പ്രാവിനെ ഷിഹാബ് തന്ന്, പ്രജിത്ത് തന്നു. അങ്ങനെ പിന്നെ നമ്മളെ ക്ലബിലുള്ള 2-3 പ്രാവുകളൊക്കെ ആദ്യം കുറച്ച് പേര് കൊണ്ടു തന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം തുടക്കം ഉണ്ടായത്. പിന്നെ ഞാൻ ഇങ്ങനെ മേടിച്ച് നമ്മൾ തന്നെ ബ്രീഡ് ചെയ്യലായി. അതാണ് എൻ്റെ ഒരു ഇത്. ഒരു നിശ്ചിത സ്ഥലത്തു നിന്നും ഒരേ സമയം പറത്തിവിടുന്ന പ്രാവുകൾ തങ്ങളുടെ യജമാനന്റെ താവളത്തിൽ തിരിച്ചെത്തുന്ന സമയം കണക്കാക്കിയാണ് മത്സര വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. പന്തയ പ്രാവുകളുടെ കാലിൽ കോഡ് നമ്പറും ഉടമയുടെ ഫോൺ നമ്പറും ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തെ പോയിന്റ് പ്രകാരം അഭിലാഷിന്റെ പ്രാവുകൾ റണ്ണറപ്പായിരുന്നു. ഈ വർഷം ഇതുവരെയുള്ള പോയിന്റുകൾ പ്രകാരം അഭിലാഷാണ് മുന്നിലുള്ളത്. പന്തയ പ്രാവുകളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുത്താണ് പുതിയ താരങ്ങളെ ഒരുക്കുന്നത്. സൂര്യന്റെ ദിശ കണക്കാക്കിയാണ് ഇവ ലക്ഷ്യസ്ഥാനത്തെത്തുക. പന്തയപ്രാവുകളെ നഷ്ടപ്പെടുന്ന കഥയും ഉടമകൾക്ക് പറയാനുണ്ട്. പ്രാപിടിയന്മാരായ ഫാൽക്കണുകളാണ് പന്തയപ്രാവുകളുടെ പ്രധാന ശത്രുക്കൾ. ലക്ഷ്യം നോക്കി പറക്കുന്ന പ്രാവുകളെ ഫാൽക്കൺ ആക്രമിക്കും. ഗുരുതരമായി പരിക്കേറ്റാൽ പോലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഇവ ലക്ഷ്യത്തിലെത്തും. യാത്രാമധ്യേ വെള്ളം കുടിക്കാനും മറ്റും നിലത്തിറങ്ങുന്ന പ്രാവുകളെ ചിലർ പിടികൂടാറുമുണ്ട്. ഇത്തരത്തിൽ പിടിയിലാകുന്ന പ്രാവുകൾ ഏതെങ്കിലും വിധത്തിൽ സ്വതന്ത്രരായാൽ പഴയ ഉടമയെ തേടിയെത്തും. പരിചരണവും പ്രത്യേക ഫുഡ് സപ്ലിമെന്റുകളും ഉൾപ്പെടെ വലിയ ചിലവാണ് ഉടമകൾക്കുണ്ടാകുക. എന്നാൽ പന്തയങ്ങളിൽ വിജയിയാകുന്നതിലൂടെ ലഭിക്കുന്ന ലഹരി ചെലവിനും അപ്പുറത്താണെന്ന് അഭിലാഷ് സാക്ഷ്യപ്പെടുത്തുന്നു. കാഴ്ചയിൽ അമ്പലപ്രാവുകളോട് സാദൃശ്യമുള്ള പന്തയപ്രാവുകളിൽ 5000 മുതൽ കോടികൾ വിലയുള്ളവയുമുണ്ട്. പ്രതീക്ഷയുടെ ആകാശത്ത് ലക്ഷ്യം നോക്കി പറന്നണയുന്ന പ്രാവുകളുടെ ചിറകടിക്ക് കാതോർത്തിരിക്കുകയാണ് അഭിലാഷിനെ പോലുള്ള പന്തയ പ്രേമികൾ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.